ദൈവനാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ. പ്രിയ വായനാ സുഹൃത്തെ, താങ്കൾക്ക് യേശു കർത്താവിൻ്റെ തന്നെ നാമത്തിൽ സ്വാഗതം. ഇന്ന് ഏപ്രിൽ 17 ഒന്നാമത്തെ വായനാ ഭാഗം യോശുവയുടെ പുസ്തകം 1-ാം അധ്യായം. ഈ യോശുവ പുസ്തകം എന്ന് പറയുമ്പോൾ ഇതിൻ്റെ രചയിതാവായ യോശുവയാണ്. ആ യോശുവ നമ്മുടെ കഴിഞ്ഞ ആവർത്തന പുസ്തകത്തിൽ നാം പരിചയപ്പെട്ട യോശുവ തന്നെ. നൂനാണ് അദ്ദേഹത്തിൻ്റെ പിതാവ്. അദ്ദേഹത്തിൻ്റെ മകനായ യോശുവ മോശയുടെ ദാസനായിരുന്നു, അല്ലെങ്കിൽ മോശയുടെ കൂടെ മോശയ്ക്ക് ശുശ്രൂഷകനായി നിന്ന ആളാണ്. അതുപോലെ കനാൻ ഒറ്റുനോക്കാൻ പോയ 12 പേരിൽ 2 പേർ, അതായത് ദൈവത്തിന് അനുകൂലവും ആയ വർത്തമാനം കൊണ്ടുവന്ന 2 പേർ, കാലേബും യോശുവയും. അതിൽ ഒരാളാണ് യോശുവ. അപ്പോൾ യോശുവ എന്ന നാമത്തിന് യഹോവ രക്ഷ എന്നൊക്കെ അർത്ഥം. അത് യോശുവ എന്നതും യഹോശുവ എന്നതും ഒക്കെ നമ്മൾ പല വായനയിൽ ഇതിനകത്ത് കാണുന്നുണ്ട്. അപ്പോൾ അതൊക്കെയും ഹോശയ എന്ന് പറയുന്നതും അതുപോലെ തന്നെ യേശു എന്ന് പറയുന്ന വാക്കുമൊക്കെ എല്ലാം ഇതുമായിട്ട് സമാനമായ വാക്കുകളാണ്. എല്ലാം രക്ഷയാണ് അതിൻ്റെ കാതലായി നിൽക്കുന്ന അർത്ഥം. അപ്പം 1-ാമത്തെ അധ്യായം നമ്മൾ വായിക്കുമ്പം യഹോവയുടെ ദാസനായ മോശയുടെ മരണശേഷം യഹോവ നൂൻ്റെ മകനായി മോശയുടെ ശുശ്രൂഷകനായ യോശുവയോട് അരുളി ചെയ്തത്. ഇപ്പോൾ മുമ്പ് മോശയോട് ദൈവം സംസാരിച്ചതുപോലെ ഇപ്പം യോശുവയോട് ദൈവം സംസാരിക്കുകയാണ്. നീയും ഈ ജനമൊക്കെയും പുറപ്പെട്ട് യോർദാനക്കരെ ഞാൻ ഇസ്രായേൽ മക്കൾക്ക് കൊടുക്കുന്ന ദേശത്തേക്ക് കടന്നു പോകുവിൻ. അപ്പം പുറപ്പെട്ടു പോകാനുള്ള സമയമായി. മുമ്പ് മോശയുടെ മരണം കഴിയണമായിരുന്നു. മോശ മരിച്ചതിന് ശേഷമേ പോകാനൊക്കെയുള്ളൂ. കാരണം മോശയ്ക്ക് കനാൻ ദേശത്തെത്താനുള്ള അവകാശം ദൈവം കൊടുത്തില്ല. അതുകൊണ്ട് മോശയുടെ മരണമായി അതിന് ശേഷമായി ഇപ്പോൾ അവർക്ക് പോകാനുള്ള സമയവുമായി. നിങ്ങളുടെ ഉള്ളംകാൽ ചവിട്ടുന്ന സ്ഥലമൊക്കെയും ഞാൻ മോശയോട് കൽപ്പിച്ചതുപോലെ നിങ്ങൾക്ക് തന്നിരിക്കുന്നു. ഈ മരുഭൂമിയും ഈ ലെബനോനും തുടങ്ങി ഫ്രാത്ത് എന്ന മഹാനദി വരെയും ഹിത്യരുടെ ദേശമൊക്കെയും പടിഞ്ഞാറ് മഹാസമുദ്രം വരെയും നിങ്ങളുടെ അതിരായിരിക്കും. അപ്പം ദേശത്തിൻ്റെ അതിർ എവിടെ മുതൽ എവിടെ വരെയാണെന്നുള്ളത് ഇപ്പോഴേ ദൈവം പറഞ്ഞു. അവിടെ ചെന്ന് വേറെ പറയാത്ത ദേശത്ത് പോകേണ്ട സാഹചര്യം ഉണ്ടാകുന്നില്ല. ഞാൻ മോശയോട് കൂടി ഇരുന്നത് പോലെ നിൻ്റെ കൂടെയും ഇരിക്കും. നിൻ്റെ ജീവകാലത്തൊരിക്കലും ഒരു മനുഷ്യനും നിൻ്റെ നേരെ നിൽക്കുകയില്ല. ഞാൻ നിന്നെ കൈവിടുകയില്ല, ഉപേക്ഷിക്കുകയുമില്ല. ഉറപ്പും ധൈര്യമുള്ളവനായിരിക്കും. ഇത് ദൈവത്തെ നിങ്ങൾ നിന്ന് കേട്ടാൽ എന്ത് ധൈര്യമായിട്ട് പോകാൻ പറ്റും. അപ്പോൾ അതേ ധൈര്യം പ്രാപിച്ചാണ് യോശുവ മുമ്പോട്ട് പോകും. യോശുവയാണ് യുദ്ധങ്ങളിലൊക്കെ നേതൃത്വം കൊടുക്കുന്നത്. യുദ്ധത്തിലൊക്കെ അവരെ നയിക്കുന്നത്, അല്ലെങ്കിൽ യുദ്ധം ചെയ്യുവാനുള്ള അതുപോലെ തന്നെ ദേശം വിഭജിച്ചു കൊടുക്കുന്നത് യോശുവയുടെ നേതൃത്വത്തിലാണ്. യോശുവയും ഓരോ ഗോത്രത്തിലെ ഗോത്രത്തിൻ്റെ പിതാക്കന്മാരും മൂപ്പന്മാരും ഒക്കെ ചേർന്ന സംഘമാണ് അത് വിധിച്ചു കൊടുക്കുന്നത്. എൻ്റെ ദാസനായ മോശെ നിന്നോട് കൽപ്പിച്ചിട്ടുള്ള ന്യായപ്രമാണമൊക്കെയും അനുസരിച്ച് നടക്കേണ്ടതിന് നല്ല ഉറപ്പും ധൈര്യമുള്ളവനായി മാത്രം ഇരിക്കുക. നീ അത് മാത്രം ചെയ്താൽ മതി. അപ്പോൾ അതാണ് നിനക്കുള്ള ഉത്തരവാദിത്വവും ജോലിയും. നിൻ്റെ ദൈവമായ യഹോവ നീ പോകുന്നിടത്തൊക്കെയും നിന്നോടുകൂടെ ഉള്ളതുകൊണ്ട് ഉറപ്പും ധൈര്യമുള്ളവനായിരിക്കുക. ഭയപ്പെടരുത്, ഭ്രമിക്കുകയും അരുത്. ഞാൻ നിന്നോട് കൽപ്പിച്ചുവല്ലോ. പിന്നെ യോശുവ രൂബേന്യരോടും ഗാദ്യരോടും മനശ്ശെയോടും പാതിഗോത്രത്തോടും ഒക്കെ പറഞ്ഞത്, യഹോവയുടെ ദാസനായ മോശെ നിങ്ങളോട് കൽപ്പിച്ച വചനം ഓർത്തുകൊള്ളുവിൻ. നിങ്ങളുടെ ദൈവമായ യഹോവ നിങ്ങൾക്ക് സ്വസ്ഥത നൽകി ഈ ദേശവും നിങ്ങൾക്ക് തന്നിരിക്കുന്നു. പുറപ്പെടുന്നതിന് മുമ്പാണ് നിങ്ങളും നിങ്ങളുടെ കുഞ്ഞുകുട്ടികളും നിങ്ങളുടെ കന്നുകാലികളും യോർദാൻ അക്കരെ. അപ്പോൾ ഇത് യോർദാൻ അക്കരെ, യോർദാൻ്റെ കിഴക്ക് വശത്ത് അവകാശം ലഭിച്ച ആളുകളോടാണ് ഈ പറയുന്നത്. അപ്പോൾ കന്നുകാലികളും യോർദാനിക്കരെ നിങ്ങളുടെ മോശെ നിങ്ങൾക്ക് തന്നിട്ടുള്ള ദേശത്തിരിക്കട്ടെ. അപ്പോൾ ഇവരൊക്കെ ഇവിടെ ഇരിക്കട്ടെ. നിങ്ങളുടെ പുരുഷന്മാർ ആണ് പുറപ്പെട്ടു വരുന്നത്. എന്നാൽ നിങ്ങളിൽ യുദ്ധപ്രാപ്തരായവരൊക്കെയും സന്നദ്ധരായി നിങ്ങളുടെ സഹോദരന്മാർക്ക് മുമ്പായി കടന്നു എന്ന് യഹോവ നിങ്ങൾക്ക് എന്ന പോലെ നിങ്ങളുടെ സഹോദരന്മാർക്കും സ്വസ്ഥത നൽകുകയും നിങ്ങളുടെ ദൈവമായ യഹോവ അവർക്ക് കൊടുക്കുന്ന ദേശം അവർ കൈവശമാക്കുകയും ചെയ്യുവോളം അവരെ സഹായിക്കണം. അതിനുശേഷം നിങ്ങൾക്ക് യഹോവയുടെ ദാസനായ മോശെ യോർദാന് കിഴക്ക് നിങ്ങൾക്ക് തന്ന ദേശത്തേക്ക് നിങ്ങൾക്ക് മടങ്ങിപ്പോവാം. അവർ യോശുവയോട് പറഞ്ഞത് എന്താണെന്നറിയാമോ? നീ ഞങ്ങളോട് കൽപ്പിക്കുന്നതൊക്കെയും ഞങ്ങൾ ചെയ്യും. ഞങ്ങളെ അയക്കുന്നിടത്തൊക്കെയും ഞങ്ങൾ പോകും. ഞങ്ങൾ മോശയോട് സകലത്തിലും അനുസരിച്ചതുപോലെ നിന്നെയും അനുസരിക്കും. നിൻ്റെ ദൈവമായ യഹോവ മോശയോട് കൂടി ഇരുന്നതുപോലെ നിന്നോട് കൂടി ഇരുന്നാൽ മതി.
അപ്പോൾ അവിടെ നിന്നിട്ട് ആരെങ്കിലും നിൻ്റെ കൽപ്പന മറുക്കുകയും നീ കൽപ്പിക്കുന്ന യാതൊന്നെങ്കിലും നിൻ്റെ വാക്ക് അനുസരിക്കാതെയും ചെയ്താൽ അവൻ മരിക്കണം. ഉറപ്പും ധൈര്യമുള്ളവനായി മാത്രം ഇരുന്നാലും എന്നുത്തരം പറയും. അപ്പോൾ ദൈവം ഇത് തന്നെയാണ് പറയുന്നത്, നീ ഉറപ്പും ധൈര്യമുള്ളവനായിരിക്കുക. അപ്പോൾ ഈ രൂബേൻ, ഗാദ്, മനശ്ശയുടെ പാതിഗോത്രം അതിലൊക്കെയുള്ള മൂപ്പന്മാരായ ആളുകളും പറയുന്നത് അതാണ്. നീ എന്നോടുകൂടെ മോശയോടുകൂടെ ദൈവം ഇരുന്നത് പോലെ നിന്നോട് കൂടി ഇരുന്നാൽ മതി. നീ പറയുന്നത് കേൾക്കാത്തവനെ ഛേദിച്ച് കളയും. നീ ഉറപ്പും ധൈര്യമുള്ളവനുമായി മാത്രം ഇരിക്കുക എന്ന് പറയുകയാണ്. അപ്പോൾ ജനം അനുസരിക്കാൻ തയ്യാറായി എന്നുള്ളതിൻ്റെ വലിയ തെളിവാണ്. മോശ മരിച്ചു. മോശയുടെ സ്ഥാനത്തേക്ക് അവർ യോശുവയെ സത്യസന്ധമായി കാണുന്നുണ്ട്. അത് ഈ ജനത്തിൻ്റെ മുന്നോട്ടുള്ള യാത്രയിൽ അത് വളരെ സഹായിക്കുമെന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയമില്ല. ഇനിയാണ് ഇതുവരെ വന്നതുപോലെയല്ല. ഇനി അങ്ങോട്ട് മുമ്പോട്ട് ഇവർ വേറെ ജാതികളുടെ ദേശത്തേക്കാണ് പോകുന്നത്. ആ ജാതികളുടെ ദേശത്തേക്ക് പോകുമ്പം പലതരം എതിർപ്പുകളും പ്രശ്നങ്ങളും ഒക്കെ ഉണ്ടാകും. അതിനാവശ്യമായ പ്രവർത്തികളും അല്ലെങ്കിൽ അതിനെ ജയിക്കുവാൻ ആവശ്യമായ കാര്യങ്ങൾ ഇവരും ചെയ്യേണ്ടതുണ്ട്. അപ്പോൾ അത് യോശുവയ്ക്ക് നല്ല ബോധ്യമുണ്ട് അക്കാര്യത്തെ സംബന്ധിച്ച്. ജനവും അതിന് യോശുവയുടെ കൂടെ നിന്ന് അത് ചെയ്യാൻ തയ്യാറാണെന്നുള്ളതിനും നമുക്ക് സൂചനകൾ ഈ ഭാഗത്തു നിന്ന് കിട്ടുന്നുണ്ട്. രണ്ടാമത്തെ വായനാഭാഗം യെശയ്യാ പ്രവാചകൻ്റെ പുസ്തകം 7-ാം അധ്യായം. നമ്മൾ ആദ്യം കണ്ടു ഉസ്സിയാ രാജാവിൻ്റെയും യോഥാമിൻ്റെയും ആഹാസിൻ്റെയും ഹിസ്കിയാവിൻ്റെയും കാലത്ത് ആണ് യെശയ്യാ പ്രവാചകൻ്റെ പ്രവചനകാലം. അതിൽ നമ്മളിപ്പോൾ 7-ാം അധ്യായം വായിക്കുമ്പം ഉസ്സിയാവിൻ്റെ കാലം കഴിഞ്ഞു, ശേഷം യോഥാമിൻ്റെ കാലം കഴിഞ്ഞു, അദ്ദേഹത്തിൻ്റെ മകനായ ആഹാസിൻ്റെ കാലവും കഴിഞ്ഞു. ആഹാസിൻ്റെ കാലത്ത്, ഇപ്പോൾ ആഹാസിൻ്റെ കാലത്താണ് ഇപ്പോൾ നിൽക്കുന്നത്. ഉസ്സിയാവ് മരിച്ചു, യോഥാം മരിച്ചു. യോഥാമിൻ്റെ മകനായ യഹൂദ രാജാവ് ആഹാസിൻ്റെ കാലത്ത്, അതാണ് നമ്മൾ വായിച്ചു തുടങ്ങുന്നത്. അപ്പോൾ അവിടെ അരാമ്യ രാജാവായ രസീനും രമല്യാവിൻ്റെ മകനായി ഇസ്രായേൽ രാജാവായ പേക്കഹും യെരുശലേമിന് നേരെ യുദ്ധം ചെയ്യാൻ പുറപ്പെട്ടു. ആരൊക്കെയാണ്? ഒന്ന് അന്യരാജ്യക്കാരനായ അരാമ്യരും, പിന്നെ സ്വന്തം സഹോദരങ്ങളായ ഇസ്രായേല്യരും ആണ്. അവിടുത്തെ രാജാവായ പേക്കഹുമാണ് യെരുശലേമിന് നേരെ യുദ്ധം ചെയ്യാൻ പുറപ്പെട്ടു വന്നിരിക്കുന്നത്. പക്ഷെ അതിനെ പിടിപ്പാൻ അവർ കഴിഞ്ഞില്ല എന്നും നമ്മൾ വായിക്കുന്നു. അരാം എഫ്രൈമിനോട് യോജിച്ചിരിക്കുന്നുവെന്ന് ദാവീദ് ഗ്രഹത്തിന് അറിവ് കിട്ടിയപ്പോൾ അവൻ്റെ ഹൃദയവും അവൻ്റെ ജനത്തിൻ്റെ ഹൃദയവും കാട്ടിലെ വൃക്ഷങ്ങൾ കാറ്റുകൊണ്ട് ഉലയും പോലെ ഉലഞ്ഞുപോയി. അത് സ്വന്തം സഹോദരന്മാരല്ലേ. വടക്കേ രാജ്യമാണ്, വേറെ രാജ്യമാണ് മാറിയെങ്കിലും അവരും ഇസ്രായേലിലാണല്ലോ. ഇവർക്ക് എതിരെ ഇപ്പം ഇവിടെ എഫ്രൈം എന്ന് പറയുന്നത്, എഫ്രൈമാണ് അവിടുത്തെ ഒരു പ്രബലമായ ഒരു ഗോത്രം, കൂടുതൽ ആൾക്കാരുള്ളതൊക്കെ ഗോത്രം. അപ്പോൾ ആ ഗോത്രത്തിൻ്റെ പേരിലിടയ്ക്കൊക്കെ ഇസ്രായേൽ ജനത്തെ അറിയപ്പെടുന്നുണ്ട്. പുസ്തകത്തിൽ തന്നെ പറയുന്നുണ്ട്, ഇസ്രായേലിലെ എഫ്രൈമ്യർ എന്നും പറയുന്നുണ്ട്. അത് എഫ്രൈമ്യർ മാത്രമല്ല, അത് ഇസ്രായേലിലാണ് വരുന്നത്. അപ്പോൾ അതിനെ അങ്ങനെ പറയുന്നു എന്നുള്ളതാണ്. അപ്പോൾ ദാവീദ് ഗ്രഹത്തിന് അവർക്ക് വലിയ സങ്കടമായിപ്പോയി. അവർ യഹോവയോട്, അപ്പോൾ യഹോവ യെശയ്യാവോട് അരുളി ചെയ്തെന്തെന്നാൽ, നീയും നിൻ്റെ മകൻ യാശൂബും അലക്കാരൻ്റെ വയലിലെ പെരുവഴിക്കൽ മേലേക്കുളത്തിൻ്റെ നീർപ്പാത്തിയുടെ അറ്റത്ത് ആഹാസിനെ എതിരേൽപ്പാൻ ചെന്ന് അവനോട് പറയണം. അവിടെ എതിരേൽപ്പാൻ നിൽക്കാൻ അപ്പോൾ അയാൾ അതിലെ വരും. അപ്പോൾ പറയണം, രമല്യാവിൻ്റെ അരാമൻ അതായത് ഒന്നുകൂടി വായിക്കാം. സൂക്ഷിച്ചു കൊള്ളുക, സാവധാനമായിരിക്കുക. പുകയുന്ന ഈ മുറിക്കള്ളി നിമിത്തം അരാമിൻ്റെയും രസീൻ്റെയും രമല്യാവിൻ്റെ മകൻ്റെയും ഉഗ്രകോപം നിമിത്തം നീ ഭയപ്പെടരുത്, നിൻ്റെ ധൈര്യം ക്ഷയിച്ചു പോകരുത്. ആഹാസിനോട് പറയുകയാണ്, ദൈവത്തിൻ്റെ അരുളപ്പാട് പറയാനുള്ളതാണിത്. നാം യഹൂദയുടെ നേരെ ചെന്ന് അതിനെ വിഷമിപ്പിച്ച് മതിലിടിച്ച് കടന്ന് താബേലിൻ്റെ മകനെ അവരുടെ രാജാവായി വാഴിക്കണം എന്ന് പറഞ്ഞു. അരാമും എഫ്രൈമും രമല്യാവിൻ്റെ മകനും നിൻ്റെ നേരെ ഗൂഢാലോചന ചെയ്യുകൊണ്ട് യഹോവയായ കർത്താവ് ഇപ്രകാരം അരുളി ചെയ്യുന്നു, അത് നടക്കയില്ല, സാധിക്കുകയുമില്ല. അരാമിന് തല ദമ്മശേക്കിന് തല രസീൻ. 65 സംവത്സരത്തിനകം എഫ്രൈം ജനമായിരിക്കാതെ വണ്ണം തകർന്നു പോകും. വടക്കേ രാജ്യമായ ഇസ്രായേൽ ജനമായിരിക്കാതെ വണ്ണം തകർന്നു പോകും. എഫ്രൈമിന് തല ശമരിക്ക് തല രമല്യാമിൻ്റെ മകൻ, അതായത് പേക്കഹ്. നിങ്ങൾക്ക് വിശ്വാസമില്ലെങ്കിൽ സ്ഥിരവാസവുമില്ല എന്നും അതോടൊപ്പം പറയുന്നു. എൻ്റെ അവസാനം പറഞ്ഞ വാക്കാണ്, നിങ്ങൾക്ക് വിശ്വാസമില്ലെങ്കിൽ സ്ഥിരവാസവുമില്ല. പിന്നെ യഹോവ ആഹാസിനോട്, നിന്റെ ദൈവമായ യഹോവയോട് താഴെ പാതാളത്തിലോ മീതെ ഉയരത്തിലോ ഒരു അടയാളം ചോദിച്ചു കൊള്ളുക എന്ന് കൽപ്പിച്ചതിന് ആഹാസ്, ഞാൻ ചോദിക്കുകയില്ല, യഹോവയെ പരീക്ഷിക്കുകയില്ല എന്ന് പറഞ്ഞു. അതിന്
അവൻ പറഞ്ഞത്, ദാവീദ് ഗൃഹമേ കേൾപ്പിൻ, മനുഷ്യരെ മുഷിപ്പിക്കുന്നത് പോരാഞ്ഞിട്ടോ നിങ്ങൾ എൻ്റെ ദൈവത്തെ കൂടെ മുഷിപ്പിക്കുന്നത്. അതുകൊണ്ട് കർത്താവ് തന്നെ നിങ്ങൾക്കൊരു അടയാളം തരും. അടയാളമാണ് ഇത്. ഇവിടെ രസകരമായ ഒരു അടയാളം. രസകരം എന്ന് പറയുന്നത് ഇൻട്രസ്റ്റിംഗ് എന്ന അർത്ഥത്തിലാണ്. അപ്പം ഈ ആഹാസിനോട് ഒരു അടയാളം ചോദിക്കുന്നു. പക്ഷേ ആഹാസിൻ്റെ കാലത്തേക്കുള്ളൊരു അടയാളമല്ല ഇവിടെ കൊടുക്കുന്നത്. വീണ്ടും തലമുറകൾ കഴിഞ്ഞ്, നൂറ്റാണ്ടുകൾ കഴിഞ്ഞ് നടക്കാനിരിക്കുന്ന ഒരു അടയാളമാണ് കൊടുത്തത്. അവിടെ കൊടുക്കുന്ന അടയാളം ഇതാണ്. ഞാൻ പറഞ്ഞല്ലോ, യെശയ്യാ പ്രവാചകനാണ് ഏറ്റവും കൂടുതൽ യേശുക്രിസ്തുവിനെ കുറിച്ചുള്ള പ്രവചനങ്ങളുള്ളത്. അതിൽ നമ്മൾ കാണുന്ന അടുത്തൊരു പ്രവചനമാണ്. അതുകൊണ്ട് കർത്താവ് തന്നെ നിങ്ങൾക്കൊരു അടയാളം തരും. അത് കന്യക ഗർഭിണിയായി ഒരു മകനെ പ്രസവിക്കും. അവന് ഇമ്മാനുവേൽ എന്ന് പേർ വിളിക്കും. തിന്മ തള്ളി നന്മ തിരഞ്ഞെടുപ്പും പ്രായമാകും മുമ്പേ അവൻ തൈരും തേനും കൊണ്ട് ഉപജീവിക്കും. തിന്മ തള്ളി നന്മ തിരഞ്ഞെടുപ്പൻ ബാലിന് പ്രായമാകും മുമ്പേ നീ വെറുക്കുന്ന 2 രാജാക്കന്മാരുടെയും ദേശം ഉപേക്ഷിക്കപ്പെട്ടിരിക്കും. അപ്പോൾ അത് നമ്മൾ കാണുന്നുണ്ട്. മിസ്രയീമിൽ പോയിട്ട് മിസ്രയീം ഉപേക്ഷിച്ച് പോകുന്നതും, അതുപോലെ ഹെരോദാവിൻ്റെ ദേശം ഉപേക്ഷിക്കപ്പെട്ടു പോകുന്നതൊക്കെ നമ്മൾ കാണുന്നുണ്ട്. യഹോവ നിൻ്റെ മേലും നിൻ്റെ ജനത്തിൻ്റെ മേലും നിൻ്റെ പിതൃഭവനത്തിൻ്റെ മേലും എഫ്രയീം യഹൂദയെ വിട്ടുപിരിഞ്ഞ നാൾ മുതൽ വന്നിട്ടില്ലാത്തൊരു കാലം വരുത്തും, അശ്ശൂർ രാജാവിനെ തന്നെ. അപ്പോൾ അതിനിടയ്ക്ക് അശ്ശൂർ രാജാവിനെ വരുത്തുന്ന കാര്യത്തെക്കുറിച്ചും അവിടെ പറയുന്നുണ്ട്. സമീപത്ത് നടക്കാനിരിക്കുന്ന ഒരു കാര്യത്തെ സംബന്ധിച്ചും വിദൂര ഭാവിയിൽ നടക്കാനിരിക്കുന്ന കാര്യത്തെ സംബന്ധിച്ചും 2 പ്രവചനങ്ങൾ അവിടെ തന്നെ ദൈവം അറിയിക്കുന്നുണ്ട്. അപ്പോൾ ഇത് അന്ന് അശ്ശൂർ രാജാവിനെ വരുത്തിയത് അന്നത്തെ കാലത്ത് സംഭവിച്ചതാണെങ്കിൽ അന്നത്തെ കാലത്തുള്ളവർക്ക് അടയാളമായിരുന്നെങ്കിൽ ഇന്നത്തെ കാലത്തുള്ളവർക്കൊരു അടയാളമാണ്. ഏതാണ്? ഇവിടെ പറഞ്ഞ കന്യക ഒരു മകനെ പ്രസവിക്കും എന്ന് പറഞ്ഞു. നമുക്കൊരു അടയാളമാണത്. അത് ആ അടയാളം അന്നേ പറഞ്ഞിരിക്കുന്ന അടയാളം സംഭവിച്ചു കഴിഞ്ഞു, നൂറ്റാണ്ടുകൾ കഴിഞ്ഞ് സംഭവിച്ചു എന്ന് പറയുമ്പോൾ നമ്മൾ ഇന്ന് ജീവിച്ചിരിക്കുന്നവർ, അല്ലെങ്കിൽ യേശുക്രിസ്തു ജനിച്ച കാലം മുതൽ പിന്നീട് ജീവിച്ചിരുന്ന ആളുകൾക്കൊക്കെയും ഈ ഭാഗം വായിക്കുമ്പോൾ ആ അടയാളം സംഭവിച്ചു എന്ന് അറിയുമ്പോൾ അത് വിശ്വസിക്കാൻ എളുപ്പമാകും, അത് വിശ്വസിക്കാൻ യോഗ്യമാകും, വിശ്വസിക്കാൻ കഴിയും. അങ്ങനെ വിശ്വസിക്കണം. അങ്ങനെ വിശ്വസിച്ചവരാണ് നമ്മൾ. ചിലപ്പോൾ ഈ ഒരു വേദഭാഗം ഇതിനു മുമ്പ് കണ്ടിട്ടില്ലായിരിക്കാം. എന്നാൽ ഇന്ന് ദൈവം തന്നൊരു ഭാഗ്യമാണ് ഈ ഒരു വേദഭാഗം കാണുവാൻ. അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് യേശുക്രിസ്തുവിനെ വിശ്വസിക്കേണ്ടതാണ്. കാരണം ഇത് ദൈവം നൂറ്റാണ്ടുകൾക്ക് മുമ്പേ തൻ്റെ ദാസനായ യെശയ്യാ പ്രവാചകനിലൂടെ പറഞ്ഞിട്ടുള്ള കാര്യമാണ്. അപ്പോൾ ഈ അധ്യായത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഇത് തന്നെയാണ് നമ്മളിത് കാണുന്നത്. അപ്പം ഇവിടെ മറ്റൊരു പ്രവചനം പറഞ്ഞല്ലോ അശ്ശൂരിൻ്റെ കാര്യത്തെ സംബന്ധിച്ച്. അതും താഴോട്ട് അശ്ശൂർ രാജാവ് ചെയ്യാൻ പോകുന്ന കാര്യങ്ങളെക്കുറിച്ചും അതിൻ്റെ താഴത്തോട്ടുള്ള ഭാഗങ്ങളിൽ പറയുന്നുണ്ട്. അതാണ് ഈ അധ്യായത്തിൻ്റെ പ്രധാനപ്പെട്ട കാര്യം. ഏതാണ്? യേശുക്രിസ്തുവിനെ കുറിച്ചുള്ള പ്രവചനം. 3-ാമത്തെ വായനാഭാഗം തെസ്സലോനിക്യ സഭയ്ക്ക് എഴുതിയ അപ്പോസ്തലൻ എഴുതിയ 1-ാമത്തെ ലേഖനം. അപ്പം ആകെ 2 ലേഖനങ്ങൾ തെസ്സലോനിക്കർക്ക് പൗലോസ് എഴുതിയിട്ടുണ്ട്. അതിൽ 1-ാമത്തെ ലേഖനമാണ് നമ്മളിന്ന് നോക്കുന്നത്. ഇതിനാകെ 5 അധ്യായങ്ങളാണുള്ളത്. 3 ദിവസമായിട്ട് ഇത് വായിച്ചു തീരുകയും ചെയ്യും. അപ്പോൾ ഇത് ഇവിടെ എഴുതുന്ന ഈ ലേഖനത്തിൽ പൗലോസുണ്ട്, സിലനാസുണ്ട്, തിമത്തിയോസുണ്ട്. പൗലോസും സിലനാസും തിമത്തിയോസും പിതാവായ ദൈവത്തിലും കർത്താവ് യേശുക്രിസ്തുവിലുമുള്ള തെസ്സലോനിക്യ സഭയ്ക്ക് എഴുതുന്നത്. നിങ്ങൾക്ക് കൃപയും സമാധാനം ഉണ്ടാകട്ടെ. അപ്പോൾ നമ്മൾ വായിക്കുന്ന ഈ ലേഖനം, 1-ാമത്തെ ലേഖനം നമ്മൾ വായിക്കുന്നത് പൗലോസ് അപ്പോസ്തലന് ആ സഭയോടും അവിടുത്തെ വിശ്വാസികളോടുമുള്ള മതിപ്പ്, വളരെ സന്തോഷമുള്ള, വളരെ താല്പര്യമുള്ള, വളരെ മതിപ്പുള്ള, ബഹുമാനമുള്ള. കാരണം അവരുടെ വിശ്വാസവും അവരുടെ പ്രവൃത്തിയും ഒക്കെയാണ് അതിന് പൗലോസ് അപ്പോസ്തലൻ അതിനിടയാക്കുന്നത്. അവരെക്കുറിച്ച് നല്ല ഹൃദയം നിറഞ്ഞ ഒരു അനുഭവമാണ് നമുക്ക് വായിക്കുമ്പം അദ്ദേഹത്തിൻ്റെ ഉള്ളിലുണ്ടെന്നുള്ളത് മനസ്സിലാകുന്നത്. അതിൻ്റെ തുടക്കത്തിൽ ഞങ്ങളുടെ പ്രാർത്ഥനയെ നിങ്ങളെ സ്മരിച്ചുകൊണ്ട് നിങ്ങളുടെ വിശ്വാസത്തിൻ്റെ വേലയും സ്നേഹപ്രയത്നവും, ആ വാക്കാണ് സ്നേഹപ്രയത്നം. അപ്പോൾ പ്രയത്നം ചെയ്ത് സ്നേഹിക്കാനുള്ള പ്രയത്നം, അല്ലെങ്കിൽ പ്രയത്നം ചെയ്യുന്നുണ്ട് സ്നേഹത്തിന് വേണ്ടി. അവർ സ്നേഹിക്കുന്നവരാണ് എന്ന് ചുരുക്കത്തിൽ പറയാം. സ്നേഹപ്രയത്നവും നമ്മുടെ കർത്താവ് യേശുക്രിസ്തുവിനെ കുറിച്ചുള്ള പ്രത്യാശയുടെ സ്ഥിരതയും ഇടവിടാതെ നമ്മുടെ ദൈവവും പിതാവുമായവൻ്റെ സന്നിധിയിൽ ഓർത്ത് ഞങ്ങൾ നിങ്ങൾക്കെല്ലാവർക്കും വേണ്ടി എപ്പോഴും ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. പ്രാർത്ഥിക്കുന്നല്ല, സ്തോത്രം ചെയ്യുന്നു. എന്നുവെച്ചാൽ സ്തോത്രം ചെയ്യാനുണ്ട്, അതുകൊണ്ട് സ്തോത്രം ചെയ്യുന്നു. അത് കഴിഞ്ഞിട്ട് ദൈവത്താൽ സ്നേഹിക്കപ്പെട്ട സഹോദരന്മാരെ,
നിങ്ങളുടെ തെരഞ്ഞെടുപ്പിനെ അറിയുന്നുവല്ലോ. ഞങ്ങളുടെ സുവിശേഷം വചനമായി മാത്രമല്ല, ശക്തിയോടും പരിശുദ്ധാത്മാവോടും കൂടെ ബഹുനിശ്ചയത്തോടും കൂടെ ആയിരുന്നു നിങ്ങളുടെ അടുക്കൽ വന്നത്. നിങ്ങളുടെ നിമിത്തം ഞങ്ങൾ നിങ്ങളുടെ ഇടയിൽ എങ്ങനെ പെരുമാറിയിരുന്നു എന്ന് അറിയുന്നുവല്ലോ. ബഹുകഷ്ടം സഹിക്കേണ്ടി വന്നിട്ടും നിങ്ങൾ പരിശുദ്ധാത്മാവിൻ്റെ സന്തോഷത്തോടെ വചനം കൈക്കൊണ്ട് ഞങ്ങൾക്കും കർത്താവിനും അനുകാരികളായി തീർന്നു. അങ്ങനെ നിങ്ങൾ മക്കെദോന്യയിലും അഖായിലും വിശ്വസിക്കുന്നവർക്കെല്ലാവർക്കും മാതൃകയായി തീർന്നു. നിങ്ങളുടെ അടുക്കൽ നിന്ന് കർത്താവിൻ്റെ വചനം മുഴങ്ങിച്ചെന്നത് മക്കെദോന്യയിലും അഖായിലും മാത്രമല്ല, എല്ലായിടവും നിങ്ങൾക്കുള്ള ദൈവത്തിൻ്റെ വിശ്വാസം പ്രസിദ്ധമായിരിക്കുന്നു. അപ്പോൾ ഈ സഭയെ സംബന്ധിച്ച്, തെസലോനിക്കയിലെ വിശ്വാസികളെ സംബന്ധിച്ച് അവരുടെ വിശ്വാസത്തെ വളരെ പ്രസിദ്ധമായിരിക്കുന്നതാണ് അവിടെ എഴുതുന്നത്. അപ്പോൾ അവരുടെ വിശ്വാസം നല്ല വിശ്വാസമാണ്, അവർ യഥാർത്ഥ വിശ്വാസികളാണ് എന്നുള്ളതാണ് നമ്മളിവിടെ മനസ്സിലാക്കുന്നത്. ജീവനുള്ള ദൈവത്തെ സേവിപ്പാനും അവൻ മരിച്ചവരുടെ ഇടയിൽ നിന്ന് ഉയർപ്പിച്ച് തൻ്റെ പുത്രനും വരുവാനുള്ള കോപത്തിൽ നമ്മെ വിടുവിക്കുന്നവനുമായ യേശു സ്വർഗത്തിൽ നിന്ന് വരുന്നത് കാത്തിരിപ്പാനും നിങ്ങൾ വിഗ്രഹങ്ങളെ വിട്ട് ദൈവത്തിങ്കിലേക്ക് എങ്ങനെ തിരിഞ്ഞുവെന്നുവെന്നും അവർ തന്നെ പറയുന്നു. ആര്? ഈ നേരത്തെ കേട്ട സ്ഥലം മക്കെദോന്യ അല്ലേ, മാസിഡോണ. അവിടെയുള്ളവർ പറയുന്നുണ്ട്, യേശു സ്വർഗത്തിൽ വരുന്ന കാത്തിരിപ്പാൻ നിങ്ങൾ വിഗ്രഹങ്ങളെ വിട്ട് ദൈവത്തിങ്കിലേക്ക് വേഗം തിരിഞ്ഞത് എങ്ങനെയെന്നും അവർ പറയുന്നു. അപ്പോൾ അതിനെക്കുറിച്ചും അവർക്ക് ബോധ്യമുണ്ട്. അപ്പോൾ അതൊക്കെയും കേൾക്കുമ്പോൾ ഇപ്പോൾ വടക്കേ ഇന്ത്യയിൽ നമ്മൾ കണ്ടതാണ്, ചില പാസ്റ്റർമാരെയൊക്കെയും കൊണ്ടുപോയി അവർ ജയ് ശ്രീറാമൊക്കെ വിളിപ്പിക്കുന്നത്. അപ്പോൾ വിളിക്കുന്നതും വിളിക്കാതിരിക്കുന്നതുമായ രണ്ട് സന്ദർഭങ്ങളിൽ അത് കേൾക്കുകയും അറിയുകയും ചെയ്യുന്ന വിശ്വാസികൾക്കുണ്ടാകുന്ന വ്യത്യാസം എന്തായിരിക്കും എന്ന് ചിന്തിച്ചാൽ മതി. അത് വിളിക്കുമ്പോൾ കേൾക്കുന്നവർ കൂടുതൽ ഭയപ്പെടാനും കൂടുതൽ തളരാനും ഒക്കെ ഇടയാകും. എന്നാൽ അവർ ചെറുത്ത് നിന്ന് തല്ലുകൊണ്ടാലും കൊല്ല ചെയ്യപ്പെട്ടാലും അവർ ഞങ്ങൾ ജയ് ശ്രീറാം വിളിക്കില്ല, ഞങ്ങൾക്ക് ഞങ്ങളുടെ ദൈവത്തിൻ്റെ നാമമല്ലാതെ വേറൊരു നാമം എടുക്കാൻ അത് അവകാശമില്ല, തെറ്റാണ്, ഞങ്ങൾ ചെയ്യാൻ പാടില്ല, ഞങ്ങൾ ചെയ്യില്ല എന്ന് പറയുമ്പോൾ ചിലപ്പോൾ തല്ലോ വെട്ടോ കൂടുതൽ കൊണ്ടും. പക്ഷേ അവരങ്ങനെ ഒരു ധീരമായൊരു നിലപാടെടുക്കുമ്പം ലോകത്തെല്ലായിടവും അത് കേൾക്കുന്ന ക്രിസ്തീയ വിശ്വാസികൾക്ക് ഒരു ഭയങ്കരമായ ബലമാണ് ലഭിക്കുന്നത്. അവരെക്കുറിച്ചുള്ള മതിപ്പ് കൂടുന്നുണ്ട്. അത് തങ്ങൾക്കും അതുപോലെ നിൽക്കാനാവശ്യമായ ശക്തി ലഭിക്കുന്നുണ്ട്, ഊർജ്ജം ലഭിക്കുന്നുണ്ട്. അതാണ് ആ ഒരു പ്രവർത്തന റിസൾട്ട്. അപ്പോൾ ഇത് രണ്ടും, അപ്പോൾ അതാണ് ഇവിടെ അതുപോലെ തന്നെയാണ്, അതുപോലൊരു കാര്യമാണ് ഇവിടെ. ഇവർ വിശ്വാസത്തിലേക്ക് വന്നതും അവർ ജാതികളുടെ ഇടയിൽ നിന്ന് വിഗ്രഹങ്ങൾ എറിഞ്ഞു കളഞ്ഞ് വിശ്വാസത്തിലേക്ക് വന്നതും, അതുപോലെ ഇന്നും ആ വിശ്വാസത്തിൽ സ്ഥിരതയോടെ നിൽക്കുന്നതും അറിയുന്ന മക്കെദോന്യ അടക്കമുള്ള ലോകത്തെല്ലായിടമുള്ള ജനത്തെ സഭ. അപ്പോൾ അവരെക്കുറിച്ച് മതിപ്പ് വരിക മാത്രമല്ല, തങ്ങൾക്കും അതുപോലെ നിൽക്കണമെന്നുള്ള ഒരു ആഗ്രഹത്തിലേക്ക് മാറും എന്നുള്ളതാണ്. രണ്ടാമത്തെ അധ്യായം പൗലോസ് അപ്പോസ്തലൻ ചില കാര്യങ്ങൾ പറയുന്നുണ്ട്. അവിടെ പറയുന്ന മറ്റൊരു കാര്യം, നിങ്ങൾ അറിയും പോലെ ഞങ്ങൾ ഒരിക്കലും മുഖസ്തുതിയോ ദ്രവ്യാഗ്രഹത്തിൻ്റെ ഉപായമോ പ്രയോഗിച്ചിട്ടില്ല, ദൈവം സാക്ഷി. അപ്പം ഞങ്ങൾ മനുഷ്യരോട് ഒരു മാനവും ഇതുവരെ അന്വേഷിച്ചിട്ടില്ല. ഞങ്ങൾ അവരറിയാമല്ലോ, അവർ തന്നെ അവർക്ക് വേണ്ടിയുള്ള ജോലി ചെയ്ത് അതിൽ നിന്ന് വരുമാനമുണ്ടാക്കി ആ പൈസ പോലും ഈ സുവിശേഷ വേലയ്ക്ക് കൊടുത്താണ് അവർ ജീവിച്ചത്. അവരങ്ങനെ വലിയ മിച്ചമൊന്നും സമ്പത്ത് ഉണ്ടായിരുന്നവരല്ല. അത് സമ്പത്തുണ്ടായിരുന്നവരായിരുന്നു എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം പൗലോസിൻ്റെ ആദ്യകാലങ്ങളിൽ. പക്ഷേ പൗലോസിന് ഇന്ന് അത്തരമൊരു സാഹചര്യമില്ല. പൗലോസ് ഇറങ്ങി പുറപ്പെട്ടു, ഓരോ സ്ഥലങ്ങളിൽ പോകുന്നു, ഒക്കെയും അവിടുത്തെ കിട്ടുന്ന ജോലി ചെയ്തു, അതിൻ്റെ ശമ്പളം മേടിക്കുന്നു, ആഹാരം കഴിക്കുകയും മറ്റു ചിലവുകൾക്ക് ഉപയോഗിക്കുന്നു, പിന്നെ മുന്നോട്ട് ഉള്ള യാത്രയ്ക്ക് ചിലവിടുന്നു. അങ്ങനെയൊക്കെ ചിലവായി പോവാണ്. ഇങ്ങനെ ഞങ്ങൾ നിങ്ങളെ ഓമനിക്കുന്നു. തെസ്സലോനിക്ക സഭയെ, അവിടുത്തെ സഹോദരങ്ങളെ, വിശ്വാസികളെ ഓമനിക്കാൻ തക്കവണ്ണമുള്ള ഓമനിക്കാൻ തക്കവണ്ണമുള്ള ക്വാളിറ്റി അവർക്കുണ്ടെന്നുള്ളതാണ്. നിങ്ങളെ ഓമനിച്ചുകൊണ്ട് നിങ്ങൾക്ക് ദൈവത്തിൻ്റെ സുവിശേഷം പ്രസംഗിപ്പാൻ മാത്രമല്ല, നിങ്ങൾ ഞങ്ങൾക്ക് പ്രിയരാകിയാൽ ഞങ്ങളുടെ പ്രാണനും കൂടെ വെച്ച് തരുവാൻ ഒരുക്കമായിരുന്നു എന്നാണ് വായിക്കുന്നത്. അപ്പോൾ പ്രാണൻ വേണേൽ വെച്ച് തരും നിങ്ങൾക്ക് വേണ്ടി, കാരണം നിങ്ങളത്ര മെച്ചമുള്ളവരാണെന്ന് വിശ്വസിക്കുന്ന നിങ്ങളുടെ ഇടയിൽ ഞങ്ങൾ എത്ര പവിത്രതയായും നീതിയായും അനന്ത്യമായും നടന്നു എന്നതിന് നിങ്ങളും ദൈവവും സാക്ഷി.
തൻ്റെ രാജ്യത്തിനും മഹത്വത്തിനും നിങ്ങളെ വിളിക്കുന്ന ദൈവത്തിന് യോഗ്യമായി നടപ്പാൻ തക്കവണ്ണം ഞങ്ങൾ നിങ്ങളിൽ ഓരോരുത്തരെ അപ്പൻ മക്കളെ എന്ന പോലെ പ്രബോധിപ്പിച്ചും ഉത്സാഹിപ്പിച്ചും സാക്ഷ്യം പറഞ്ഞും പോകുന്നു എന്ന് നിങ്ങൾക്കറിയാമല്ലോ. ഞങ്ങൾ പ്രസംഗിച്ച ദൈവവചനം നിങ്ങൾ കേട്ട് മനുഷ്യൻ്റെ വചനമായിട്ടല്ല, സാക്ഷാൽ ആകുന്നത് പോലെ ദൈവവചനമായിട്ട് തന്നെ കൈക്കൊണ്ടതിനാൽ ഞങ്ങൾ ദൈവത്തെ ഇടപെടാതെ സ്തുതിക്കുന്നു. വിശ്വസിക്കുന്ന നിങ്ങളിൽ അത് വ്യാപരിച്ചിരിക്കുന്നു. അതാണ് നമ്മളോട് വായിക്കുന്നത്. എന്നിട്ട് നിങ്ങളും സ്വജാതിക്കാരാലും, അതായത് കഷ്ടം യഹൂദിയിൽ യേശുക്രിസ്തു അനുഭവിച്ചത് സ്വന്തം ജാതിക്കാരെ കൊണ്ടാണ്. അതുപോലെ നിങ്ങളും നിങ്ങളുടെ സ്വജാതിക്കാരാൽ പല കഷ്ടങ്ങളും അനുഭവിച്ചുവല്ലോ. യഹൂദർ കർത്താവ് യേശുവിനെയും സ്വന്തം പ്രവാചകന്മാരെയും കൊന്നവരും ഞങ്ങളെ ഓടിച്ചു കളഞ്ഞവരും ദൈവത്തെ പ്രസാദിപ്പിക്കാത്തവരും സകല മനുഷ്യർക്കും വിരോധികളും ജാതികൾ രക്ഷിക്കപ്പെടേണ്ടതിന് ഞങ്ങൾ അവരോട് പ്രസംഗിക്കുന്നത് വിലക്കുന്നവരുമാകുന്നു. അങ്ങനെ അവർ തങ്ങളുടെ പാപങ്ങളെ എപ്പോഴും പൂരിപ്പിക്കുന്നു. എന്നാൽ ദൈവക്രോധം അവരുടെ മേൽ മുഴുത്തു വന്നിരിക്കുന്നു. സഹോദരന്മാരെ, ഞങ്ങൾ അല്പനേരത്തേക്ക് ഹൃദയം കൊണ്ടല്ല മുഖം കൊണ്ട് നിങ്ങളെ വിട്ടുപിരിഞ്ഞ് ബഹുകാംക്ഷയോട് നിങ്ങളുടെ മുഖം കാണാൻ ഏറ്റവും അധികം ശ്രമിച്ചു. അതുകൊണ്ട് നിങ്ങളുടെ അടുക്കൽ വരുവാൻ ഞങ്ങൾ, വിശേഷാൽ സൗലോസായ ഞാൻ 1-2 പ്രാവശ്യം വിചാരിച്ചു. ഇതാണ് ഇപ്പം അത് അവരുടെ ഇടയിൽ നിന്നല്ല കത്തെഴുതുന്നത്, ദൂരെ ഒരു സ്ഥലത്ത് നിന്നാണ് കത്തെഴുതുന്നത്. അതാണ് പറയുന്നത്, ഞങ്ങൾ ഹൃദയം കൊണ്ട് കൊണ്ടും നിങ്ങളുടെ അടുത്ത് അകന്നിട്ടില്ല, മുഖം കൊണ്ടും ശരീരം കൊണ്ടും ഒക്കെ നിങ്ങളിൽ നിന്ന് ഞാൻ അകന്നിരിക്കുകയാണ്. പക്ഷേ എൻ്റെ മനസ്സുകൊണ്ടോ ഹൃദയം കൊണ്ടോ ഞങ്ങൾ നിങ്ങളിൽ നിന്ന് അകന്നിട്ടില്ല. നിങ്ങളുടെ മുഖം വീണ്ടും കാണാൻ ആഗ്രഹിച്ചു എന്നാണ് പറയുന്നത്. ഞാൻ വീണ്ടും 1-2 പ്രാവശ്യം വിചാരിച്ചു, എന്നാൽ സാത്താൻ ഞങ്ങളെ തടുത്തു. അതായത് പല പ്രതികൂലങ്ങളുണ്ടായി. നമ്മുടെ കർത്താവ് യേശുവിൻ്റെ മുമ്പാകെ അവൻ്റെ പ്രത്യക്ഷതയിൽ ഞങ്ങളുടെ ആശയോ സന്തോഷമോ പ്രശംസാ കിരീടമോ ആറാകുന്നു, നിങ്ങളും അല്ലയോ. അപ്പോൾ സുവിശേഷം അറിയിച്ച സ്ഥലങ്ങളിലൊക്കെയും അവർ പൗലോസിൻ്റെ സുവിശേഷവും കേട്ട് വിശ്വസിച്ച് അതിൽ തന്നെ നടക്കുകയും വിശ്വാസത്തിൽ ഒട്ടും തന്നെ പുറകോട്ട് പോകാതെ വിശുദ്ധിയോടെ ജീവിക്കുന്നവരാണ്. പൗലോസിനെ സംബന്ധിച്ച് എന്താണ് മഹത്വവും സന്തോഷവും. അത് നിങ്ങളും ആ മഹത്വത്തിലും സന്തോഷത്തിലും പങ്കാളികളാണ്. എൻ്റെ മഹത്വത്തിലും സന്തോഷത്തിലും നിങ്ങളും കൂട്ടാളികളാണ് എന്നുള്ളതാണ് അവിടെ പറയുന്നത്. അപ്പോൾ അത് പൗലോസ് അപ്പോസ്തലൻ ഈ സഭയോട് ഉള്ള അളവറ്റ ആ സ്നേഹവും ബഹുമാനവും കരുതലും കാവലും ഒക്കെ നമുക്ക് ഈ എഴുത്തുകളിൽ കാണാൻ കഴിയും. ഞാൻ ഡീറ്റെയിൽ ആയിട്ട് പോയില്ല, ഓരോ വരികളിലും നമുക്കത് കാണാൻ കഴിയും അത്തരം കാര്യങ്ങൾ എന്നുള്ളതാണ്. അപ്പോൾ അത് ഈ തെസ്സലോനിക്ക സഭ, നമ്മൾ അപ്പോസ്തല പ്രവൃത്തിയിൽ 17-ാം അധ്യായത്തിൽ നോക്കുമ്പോൾ തെസ്സലോനിക്ക സഭയിൽ പൗലോസ് അപ്പോസ്തലൻ അവിടെ ചെന്നതായിട്ടും അവിടെ ആ സ്ഥലത്ത് ചെന്നതായിട്ടും അവിടെ സഭ സ്ഥാപിച്ചതായിട്ടൊക്കെ നമുക്ക് കാണാൻ പറ്റും. ആദ്യമായിട്ട് പൗലോസ് അപ്പോസ്തലനാണ് അവിടെ ആ സ്ഥലത്ത് ചെല്ലുന്നതും അവിടെ ഈ ക്രിസ്തീയ സഭ സ്ഥാപിക്കുന്നതും. അതിനു മുമ്പ് യഹൂദന്മാരൊക്കെ ഉണ്ടായിരുന്നിരിക്കാം. പക്ഷേ ഈ ക്രിസ്തീയ വിശ്വാസത്തിൻ്റെ, അതായത് പുതിയ നിയമ വിശ്വാസത്തിലേക്ക് ആൾക്കാരെത്തുന്നത് പൗലോസ് അപ്പോസ്തലൻ്റെ പ്രവൃത്തി കൊണ്ടാണ്. അത്തരം കാര്യങ്ങളാണ് ഈ പുസ്തകത്തിൽ. ഒരുപാട് കാര്യങ്ങൾ ഈ പുസ്തകത്തിൽ പറയാനും ഒക്കെ ഉണ്ട്. പക്ഷേ അതൊക്കെ കുറേ വായനയിൽ തന്നെ എടുക്കാൻ ഓരോരുത്തരും ശ്രമിക്കുക. നന്ദി. 3 വായനാഭാഗങ്ങൾ ഇവിടെ അവസാനിക്കുന്നു. നാളെ പുതിയ വായനാഭാഗങ്ങളുമായിട്ട് വീണ്ടും കാണാം. അതുവരെയും ദൈവം കാത്തു സൂക്ഷിക്കട്ടെ.